ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ ഇന്നത്തെ ടോപ്പിക്ക് CH മുഹമ്മദ് കോയ പ്രതിഭ ക്വിസ് പാർട്ട് 4 ആണ്. പ്രതിഭ ക്വിസിൻ്റെ 3 ഭാഗങ്ങൾ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ അതും കൂടി ഒന്ന് കാണുക. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഒന്നാമത്തെ ചോദ്യം, കേരള സ്കൂൾ കായികമേളയുടെ പുതിയ പേര് എന്താണ്? ആൻസർ കേരള സ്കൂൾ ഒളിമ്പിക്സ്. ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൻ്റെ പുതിയ കോച്ചായി നിയമിതനായത് ആര്? ആൻസർ ഗൗതം ഗംഭീർ. സിനിമാ മേഖലയിലെ സ്ത്രീകളുടെ പ്രശ്നങ്ങളെക്കുറിച്ച് പഠിക്കാൻ നിയോഗിച്ച കമ്മീഷൻ? ആൻസർ ജസ്റ്റിസ് ഹേമ കമ്മീഷൻ. കേന്ദ്ര മലിനീകരണ നിയന്ത്രണ ബോർഡിൻ്റെ 2023 കണക്കുകൾ പ്രകാരം കേരളത്തിൽ ഏറ്റവും കൂടുതൽ മലിനീകരിക്കപ്പെട്ട നദി ഏത്? ആൻസർ കല്ലായി പുഴ. ഖാദർ കമ്മിറ്റി ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ആൻസർ വിദ്യാഭ്യാസം. 2024 പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്ത ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ കടൽപ്പാലം? ആൻസർ മുംബൈ ട്രാൻസ് ഹാർബർ ലിങ്ക്. CH മുഹമ്മദ് കോയ ജനിച്ചത് എന്നാണ്? ആൻസർ 1927 ജൂലൈ 15. CH മുഹമ്മദ് കോയ ജനിച്ചത് എവിടെയാണ്? ആൻസർ കോഴിക്കോട് ജില്ലയിലെ അത്തോളിയിൽ. വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കായി ഇന്ത്യ വിക്ഷേപിച്ച ഉപഗ്രഹം? ആൻസർ എഡ്യൂസാറ്റ്. ആരുടെ ജന്മദിനമാണ് ലോക വിദ്യാർത്ഥി ദിനമായി നാം ആചരിക്കുന്നത്? ആൻസർ ഡോക്ടർ APJ അബ്ദുൽ കലാം. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ സംസാരിക്കുന്ന ഭാഷ? ആൻസർ ഹിന്ദി. കേരള നിയമസഭയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ സ്പീക്കർ? ആൻസർ CH മുഹമ്മദ് കോയ. 2024 പാരീസ് ഒളിമ്പിക്സിൽ ജാവലിൻ ത്രോയിൽ വെള്ളി മെഡൽ നേടിയ ഇന്ത്യൻ താരം? ആൻസർ നീരജ് ചോപ്ര. 2024 കേന്ദ്ര സാഹിത്യ അക്കാദമി ബാലസാഹിത്യ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? ആൻസർ ഉണ്ണി അമ്മയമ്പലം. 2023 വയലാർ അവാർഡ് ലഭിച്ചത് ആർക്ക്? ആൻസർ ശ്രീകുമാരൻ തമ്പിക്ക്. CH മുഹമ്മദ് കോയ ഏറ്റവും കൂടുതൽ കാലം കൈകാര്യം ചെയ്ത വകുപ്പ്? ആൻസർ വിദ്യാഭ്യാസ വകുപ്പ്. കേരളത്തിലെ എത്രാമത്തെ മുഖ്യമന്ത്രിയായിരുന്നു CH മുഹമ്മദ് കോയ? ആൻസർ 10ാമത്തെ. ഏറ്റവും കുറച്ചു കാലം കേരള മുഖ്യമന്ത്രിയായ വ്യക്തിയാര്? ആൻസർ CH മുഹമ്മദ് കോയ. സ്പീക്കർ, MLA, MP, മുഖ്യമന്ത്രി, ഉപമുഖ്യമന്ത്രി എന്നീ വകുപ്പുകൾ കൈകാര്യം ചെയ്ത മലയാളി? ആൻസർ CH മുഹമ്മദ് കോയ. ഓറഞ്ച് തോട്ടങ്ങൾക്ക് പേര് കേട്ട നെല്ലിയാമ്പതി ഏത് ജില്ലയിലാണ്? ആൻസർ പാലക്കാട്. ഇന്ത്യയിൽ ഹരിത വിപ്ലവത്തിന് നേതൃത്വം നൽകിയ മലയാളി ശാസ്ത്രജ്ഞൻ? ആൻസർ ഡോക്ടർ MS സ്വാമിനാഥൻ. ഒളിമ്പിക്സിൽ മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ വനിതയായ കർണം മല്ലേശ്വരി ഏത് സംസ്ഥാനക്കാരിയാണ്? ആൻസർ ആന്ധ്രാപ്രദേശ്. പാവങ്ങളുടെ ഊട്ടി എന്നറിയപ്പെടുന്നത്? ആൻസർ നെല്ലിയാമ്പതി. ആരുടെ രാജിയെ തുടർന്നാണ് CH മുഹമ്മദ് കോയ മുഖ്യമന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെട്ടത്? ആൻസർ PK വാസുദേവൻ നായർ. CH മുഹമ്മദ് കോയയുടെ തൂലികാനാമം എന്തായിരുന്നു? ആൻസർ MK അത്തോളി.
ഇന്ത്യയിലെ ആദ്യത്തെ എണ്ണ ശുദ്ധീകരണശാല ഏത് സംസ്ഥാനത്താണ്? ആൻസർ ആസാം. ഇന്ത്യയുടെ ചരിത്രത്തിൽ തുടർച്ചയായി 7 കേന്ദ്ര ബജറ്റുകൾ അവതരിപ്പിച്ച് ഏറ്റവും അധികം ബജറ്റുകൾ അവതരിപ്പിച്ച കേന്ദ്ര ധനമന്ത്രി എന്ന ബഹുമതി കരസ്ഥമാക്കിയത് ആര്? ആൻസർ നിർമ്മല സീതാരാമൻ. കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസായി നിയമിതനായത് ആര്? ആൻസർ ജസ്റ്റിസ് നിതിൻ ജംദാർ. ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ വാർഡ് ഏതാണ്? ആൻസർ ലാലൂർ. കേരള നിയമസഭയിൽ നിന്നും രാജിവെച്ച ആദ്യ നിയമസഭാംഗം ആര്? ആൻസർ CH മുഹമ്മദ് കോയ. CH മരണപ്പെട്ടത് എത്രാമത്തെ വയസ്സിലാണ്? ആൻസർ 56-ാമത്തെ വയസ്സിൽ. CH മുഹമ്മദ് കോയയുടെ പരിശ്രമങ്ങൾ കൊണ്ട് സ്ഥാപിതമായ സർവകലാശാല ഏതാണ്? ആൻസർ കാലിക്കറ്റ് സർവകലാശാല. 54-ാമത് കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് 2024 മികച്ച നടനായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? ആൻസർ പൃഥ്വിരാജ്. CH മുഹമ്മദ് കോയ മരണപ്പെട്ടത് എവിടെ വെച്ചായിരുന്നു? ആൻസർ ഹൈദരാബാദ്. ലോകത്തിലെ ആദ്യത്തെ പത്രം ഏത് രാജ്യത്താണ് പ്രസിദ്ധീകരിച്ചത്? ആൻസർ ചൈന. ലോക പൈതൃകമായി യുനെസ്കോ അംഗീകരിച്ച ആദ്യത്തെ ഭാരതീയ നൃത്തരൂപം? ആൻസർ കൂടിയാട്ടം. ഇന്ത്യയിലെ ആദ്യത്തെ സ്വകാര്യ ട്രെയിൻ ഏതാണ്? ആൻസർ തേജസ് എക്സ്പ്രസ്. 2018 സ്ഥാപിച്ച ഇന്ത്യയിലെ ആദ്യ നാഷണൽ സ്പോർട്സ് യൂണിവേഴ്സിറ്റി എവിടെയാണ്? ആൻസർ മണിപ്പൂർ. ഒരു വർഷം മാർച്ച് 10 2-ാം ശനിയാഴ്ച ആണെങ്കിൽ ആ മാസം ആകെ എത്ര ഞായർ ഉണ്ടാവും? ആൻസർ 4 ഞായർ. ആദ്യത്തെ 20 എണ്ണൽ സംഖ്യകളുടെ തുക എത്രയാണ്? ആൻസർ 210.